അപ്പൊ ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ 4 ആള് കൂടിയിട്ട് ബലൂണ് വെച്ചിട്ട് നടക്കുന്ന ഒരു മത്സരമാണ്. കണ്ടില്ലേ ബലൂൺ ഉണ്ടില്ലേ? ഈ ബലൂണ് ഒന്ന് നിക്കട ഓന്റെ കുറവ് വേണ്ടിയില്ലേ? ഈ ബലൂൺ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നടക്കുകയാണ്. അതായത് ബാക്കിലുള്ള ആള് മുന്നിലുള്ള ആളെ തോളിൽ കൈയിടരുത്, തോളിൽ പിടിക്കരുത്, കൈ ഫ്രീ ആണോ. പിന്നെ ബലൂന് പൊട്ടാൻ പാടില്ല, ബലൂന് പിടിക്കാൻ പാടില്ല, ബലൂന് താഴെ വീകാനും പാടില്ല. ഇതിങ്ങനെ ഈ ലെവലില് പോലെ അവിടം വരെ എത്താം. ഓക്കെ, അവിടെ എത്തിയിട്ട് വീഡിയോ പരിശോധിച്ചതിന് ശേഷമാണ് ഇതിൽ റിസൾട്ട് കൊടുക്കാട്ടോ. ഇതിൽ ആരെങ്കിലും ഫൗള് കളിച്ചിട്ടുണ്ടെങ്കിൽ ഓലെ നമുക്ക് വിജയികളായിട്ട് തെരഞ്ഞെടുക്കൂല. ഫൗള് കളിക്കാത്ത ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലെ മാത്രമേ നമ്മൾ തെരഞ്ഞെടുക്കുള്ളൂ കേട്ടോ. ആ 4 ആളും അവിടെ ട്രാക്ക് ഫിനിഷ് ചെയ്യണം കേട്ടോ, മറക്കണ്ട. പിന്നെ പതുക്കെ കളിച്ചാൽ മതി. അതായത് ബലൂൺ കഴിഞ്ഞാൽ ഫോൺ ഔട്ടായി. ഒരിക്കൽ അപ്പൊ ആരും തമ്മിൽ പിടിക്കരുത്. ബലൂൺ ഇങ്ങനെ നമുക്കൊന്ന് കറക്റ്റില് സെറ്റ് ആക്കി പോയാൽ മതി. എന്തായാലും നടത്തും. തുടങ്ങാട്ടോ, വീഡിയോ തുടങ്ങാട്ടോ. തുടങ്ങല്ലേ? റെഡി? 1 2 എടാ സൈഡ് പോയി പിടിക്കടാ, ആ സൈഡ് പോ. കാണും 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 കാണും. അപ്പൊ നമ്മള് ഇതില് ആർക്കാണ് ഫസ്റ്റ് എന്നുള്ളത് നമ്മള് വീഡിയോയിൽ നോക്കാം, ചെക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ബലൂൺ പൊട്ടിക്കലാണ് ജഗപ്പൊക്കായിട്ട് കഴിഞ്ഞിട്ടോ. അപ്പൊ ഈ കളിയിൽ നമ്മള് പിന്നെ ക്യാമറയിൽ ചെക്ക് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് 2 സമ്മാനം ഇതിലുള്ളൂ, ഫസ്റ്റ് സെക്കൻഡും. പിന്നെ എല്ലാവർക്കും സ്പോൺസർ അല്ല, എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉള്ളത്. ഫസ്റ്റ് സെക്കൻഡ് ഇതിലുള്ളൂ. 5 ടീം മത്സരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റിക്ക് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ ഇന്നത്തെ ഗെയിമിലെ നമ്മളെ നാട്ടുകാർക്ക്, അതായത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലോ, പാവപ്പെട്ട കുടുംബത്തിന്റെ ഒരു കൈത്താങ്ങെന്നുള്ള രീതിയിൽ ഒരു CRPF 4 ഉദ്യോഗസ്ഥർ കൂടിയിട്ട്, അതായത് ഓലിനോട് അങ്ങനെ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ സംഗതി ആരാന്നുള്ളതൊക്കെ കറക്റ്റ് എനിക്കറിയാം. പിന്നെ ആരാ ഏതാന്നുള്ള ഓല് പറണ്ടെന്ന് പറഞ്ഞത്. അപ്പം 3 കുടുംബത്തിന് ഓൽക്ക് ബുക്കും സാധനങ്ങളും പിന്നെ ഇതൊക്കെ വാങ്ങാനുള്ള ചെറിയൊരു പൈസ എന്നോട് 3 കുടുംബത്തിനെ സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആ 3 കുടുംബത്തിനുള്ള ചെറിയൊരു നമ്മൾ ഓൽക്ക് സാധനം വാങ്ങി നമ്മൾ കൊടുക്കണില്ല. സാധനം വാങ്ങി കൊടുത്താൽ ഞാൻ എന്താ പറയുക, ചിലപ്പോൾ ഓല് ഉദ്ദേശിച്ച് ചിലപ്പോൾ ചിലവർ നോട്ട് സ്കൂൾ തുറന്നല്ലോ, അപ്പൊ ചിലര് നോട്ട്ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പൈസ പോലെ ഞാൻ വാങ്ങിയിട്ട് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് അപ്പൊ ഓൽക്ക് അതിൽ ആ പെട്ട 3 ആളുകൾക്കുള്ള ചെറിയൊരു പൈസ നമ്മളിന്ന് കൊടുക്കുകയാണ്. മൂപ്പര് അയച്ചെന്ന പൈസ. ഇതിൽപ്പെട്ട ഒരാളാണ് ജലീലാക്കാരന ആള്. മൂപ്പർക്കുള്ള ആ ഒരു പൈസ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മകേഷാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഓൽക്കൊരു ചെറിയൊരു കൈത്താങ്ങുന്നുള്ളൂ. ഓക്കെ, ഈ വേറെ ഉണ്ടാവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പിന്നെ ഒരു രാജൻ എന്ന് പറഞ്ഞ ആളാ. രാജേട്ടന് മൂപ്പരവിടെ ഷോപ്പിലുള്ള ചെറിയൊരു ചായക്കടയിലുള്ള മൂപ്പര അനിയൻ വന്നിട്ടുണ്ട്. അനിയന്റെ അടുത്ത് കൊടുക്കാന്ന് ഉദ്ദേശിച്ചു.
അപ്പോൾ മൂപ്പര് അനിയനാണ് വാങ്ങിച്ചത്. ഓക്കെ ശരി. ഇനി ഒരാളുള്ളത് നമ്മളെ ഒരു അലി എന്ന് പറഞ്ഞ ഒരാളാണ്. അലി എന്ന് പറഞ്ഞ ഒരാള് പിന്നെ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ മൂപ്പരെ കുട്ടിക്ക് സുഖമില്ല കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ മൂപ്പര് വന്നിട്ട് നമ്മൾ കൊടുക്കാന്നുള്ള പ്ലാൻ. ഇനിയിപ്പോൾ അവിടെ അരി വാങ്ങണോ പൈസ? ഞങ്ങൾ ഇവിടെ മൂപ്പര് വന്നിട്ട് കൊടുക്കുക, വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടില്ല. മൂപ്പര് കോളേജിലാണല്ലോ. മൂപ്പര് മോനെന്തോ അസുഖം ഉണ്ടായിട്ട് ഒരു 4 ദിവസമായിട്ട് പോയിട്ട് ആൾ എത്തിയിട്ടില്ല. ഈ ഒരു പ്രോത്സാഹന സമ്മാനോടി അതിൽപ്പെട്ട 4 വ്യക്തികളിൽ അതിലൊരു വ്യക്തി സെപ്പറേറ്റ് എനിക്ക് അയച്ചു തന്നതാണിത്. ഇതിവിടെ കൊടുക്കാൻ വേണ്ടി ഈ ഒരു കളിയിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹന സമ്മാനത്തിന് എനിക്ക് പൈസ അയച്ചെന്ന്. അപ്പോൾ എന്നോട് ഇനി സാധനം വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ആവശ്യമുള്ള സാധനമാണ് ഞാൻ വാങ്ങിയത്. ഇത് കൊടുക്കാൻ ഒരാൾ വേണം എന്തായാലും. റസാഖോ ഇജ് ഒന്ന് കൊടുത്താൽ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുത്തോ, ഇവിടെ നിന്ന് കൊടുത്താൽ മതി. ആ ചേച്ചി ഇവിടക്ക് ഇടുവാ. ആ ഓരോന്ന് ഇതിൽ അതായത് 20 ആള് പങ്കെടുത്തിട്ടുണ്ട്. 20 ആൾക്കും ഓരോ നോട്ട്ബുക്ക് കൊടുക്കണേ. അപ്പൊ കൊടുത്താലേ ഇവിടെ വരും. വരി 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 ഇവിടെ നിൽക്കും. എടുത്തോളി. ഞാൻ അടുത്ത ആളാ അതിൽ വീഡിയോ കണ്ടോട്ടെ. ഞാൻ അടുത്ത ആള് വരും. മകേഷ്. ആ ഓക്കെ. ആ മൂസാക്ക വാങ്ങണ്ടേ. ആ ഓക്കെ ഓക്കെ. ഒന്ന് കൈ അടിച്ചിരിക്കട്ടോ. കുഞ്ഞുട്ടനോടാ. ആ കുഞ്ഞിട്ടോ മണി മുഹമ്മദോടാ. ബാബാ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അടുത്ത ആളാ അവര്. ആ ഓക്കെ ഓക്കെ. ഇതിൽ കളിയിൽ പങ്കെടുത്തോട്ടോ. കളിയിൽ പങ്കെടുത്ത ആൾക്കാർ ആ ജില്ലാക്കുണ്ട്. ഓക്കെ. സാജുട്ടൻ കളിച്ചിരുന്നോ? ആ ഓക്കെ. സാജുട്ടൻ കളിച്ചിരുന്നു. സാജുട്ടന്റെ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ഇല്ല കുറവില്ല. ഇങ്ങനെ കുറവുള്ളേ ബാബുന് അങ്ങനെ 20 ആള് കണക്ക്. ആ അല്ലല്ല കറക്റ്റ്. അപ്പൊ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം എല്ലാവർക്കും കൊടുത്തു. ഇനി സെക്കൻഡ് കിട്ടിയ ടീമാണ് നമ്മളെ എന്താണ് മുസാക്കി ടീം. അതെ സെക്കൻഡ് കിട്ടിയ ടീം യഥാർത്ഥത്തിൽ ഇവന്റെ ടീമാണ്. അതായത് ഈ ട്രാക്ക് ഒരു ഫിനിഷ് ചെയ്യുമ്പോൾ അതായത് ആള് മറ്റവനെ ബലൂൺ പിടിച്ചാഞ്ഞ് ബലൂൺ പിടിച്ചോണ്ട് ഇവരെന്തായി പിന്നെ സെക്കൻഡ് അപ്പുറത്തുള്ള ലാസ്റ്റിലുള്ള ടീമിനെ വരിക. ബലൂൺ പിടിക്കാൻ പാടില്ല നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടം വരെ ഓല് അവിടുന്ന് ഇത് തൊട്ട് ഇതുവരെ ഇവിടം വരെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് അത് ഫിനിഷ് ചെയ്യാൻ നേരത്ത് മാത്രം പിടിച്ചുപോയി. അപ്പൊ വാ ഒരു മൂസാക്കി ടീം വരുന്നാല് പിന്നെ ആരാ വരി. അപ്പൊ ഇന്ന് നമ്മള് സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ നാട്ടുകാരനായിട്ടുള്ള വേലായുധേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് സമ്മാനം കൊടുക്കുക. അതായത് ബൽക്കുള്ള സമ്മാനം തരുന്നത് കൊടുക്കുന്നത്. ഇത് കോട്ടാട്ടെ കൊടുക്കുന്നത്. 5 കോട്ടില്ലേ? 4 കോട്ടുണ്ട്. അപ്പൊ ബൽക്കുള്ള ഓരോരുത്തർക്കുള്ള കോട്ട് കൊടുക്കും. വാങ്ങിക്കോളി. ആ ഓക്കെ. ഞാൻ അടുത്ത് വിളിച്ചാ ഫസ്റ്റില്. ഓക്കെ മകേഷിന് കൊടുത്ത്. ആ ഓക്കെ. അടുത്ത മൂസാക്ക. അടുത്ത നാസറാക്കാക്ക്. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളെ പിന്നെ നാട്ടുകാരനാണ് സെക്കൻഡ് പ്രൈസിന് വേണ്ടിട്ട് മൂപ്പരെ ക്ഷണിച്ചത്. ഇനി വാ ജാഫർ കളിയിലല്ലേ? ആ കളിയില. അപ്പൊ ഇന്ന് സമ്മാനം കൊടുക്കുന്നത് നമ്മളെ മുജിവാക്കി റിസാനുമാണ്. അപ്പൊ പ്രവാസിയാണ്. ആ ഓക്കെ. പ്രവാസിയാണ് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് കൊടുക്കാൻ പോണെന്ന് തരാം കോടയാണ് കേട്ടോ. ഇന്ന് കൊടുക്കണേ കോടയാണ്. ഫസ്റ്റ് ഓരോരുത്തർക്ക് 4 ആൾ ഒരു ടീമിലുണ്ടാവും. അപ്പൊ 4 ആൾക്ക് ഓരോ കോട കൊടുക്കാം. അപ്പൊ മുജാക്ക് എടുത്തൊരു തളി. ഇതില് ഈ 3 ആള് ഏട്ടനഞ്ചരം വരാം. ഓളൊക്കെ ഒരു കുടുംബാണ്. ഓക്കെ ശരി. 2 റിസാൻ കൊടുത്തോട്ടെ. റിസാൻ ഒന്ന് കൊടുത്തോട്ടെ. ഒന്ന് റിസാൻ കൊടുത്തോട്ടെ. ഓക്കെ ശരി. അപ്പളേ
ഇതിപ്പോ എന്താ പറയാ നമ്മളെ CRPF ഉദ്യോഗസ്ഥന്മാരെ ഞാൻ മൂപ്പര് പേര് പറയണ്ട എന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് പിന്നെ കൂടുതലായിട്ട് പറയാൻ കഴിയാതെ, പക്ഷെ അവരെ മനസ്സ്, കാരണം ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് നാടിനും അതുപോലെ തന്നെ രാജ്യത്തിനും വേണ്ടിയൊക്കെ സേവനം അനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതുപോലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന ഇങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു പറയുമ്പോൾ നമ്മൾ അത് എന്താ പറയുക അസൂയോടുകൂടി നോക്കി കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഈ വലിയ എൻകറേജ്, വലിയ പ്രോത്സാഹനം ഇതുപോലത്തെ ഗെയിം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഉണ്ടാകുന്ന വലിയ സന്തോഷകരമായ കാര്യം പങ്കെടുക്കുന്നവർക്ക് കൂടി എന്താണ് ഒരു എനർജിയാണ്. കാരണം എന്താണെന്നുവെക്കുകയാണെങ്കിൽ ഇങ്ങനെ മൂപ്പര് അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും സമൂഹം നൽകുന്ന പ്രോത്സാഹനമാണ് അതിൽ പങ്കെടുക്കുന്നവരുടെ. അത് അവിടെ കിട്ടുന്ന സമ്മാനങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ മത്സരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ റെപ്യൂട്ടേഷൻ പേഴ്സൺസ് നൽകുന്ന വലിയ വലിയ പ്രോത്സാഹനങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പോസിറ്റീവ്സ്. സമൂഹം പോസിറ്റീവിനോട് കാണുന്ന ഈ പിന്തുണ, ഇതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ ഗുണം, വിജയം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ 3 ആൾക്കുള്ള ഒരു കൈത്താങ് പറഞ്ഞില്ലേ, അതൊക്കെ വലിയ ഉപകാരം. കിട്ടിയ വ്യക്തികളൊക്കെ 3 ആളും നമ്മളറിയാം. അതായത് 3 ആള് 30 ആളൊന്നും ആവൂല ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുണ്ടാവുക. പക്ഷെ 3 ആളെക്കെങ്കിൽ 3 ആളുകള് അണ്ണാറക്കണൻ തന്നാലാവണമെന്ന പോലെ രീതിയിൽ മൂപ്പര് ചെയ്ത അവര് ചെയ്ത ഏറ്റവും വലിയ ആ ഒരു നന്മ ഈ ഒരു ഗെയിമിംഗ് ചാലഞ്ച് ടീമിനെ കൊണ്ട് ഒരു 3 ആളുകളുടെയെങ്കിലും ചെറിയ പ്രയാസത്തിന് കൈത്താൻ കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളത് വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്നുവെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് ഈ ഗെയിമിലൂടെ ഇനി നീട്ടിക്കൊണ്ടു പോവേണ്ടതുണ്ട്. അതിന് ഈ ഗെയിം കമ്പനി നിലനിന്ന് പോകണം. എല്ലാ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നടക്കും. അപ്പൊ ഗെയിം കൂടെ അവസാനിച്ച് മുസാഖ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് പറയണ നോക്കാൻ വേണ്ടിട്ട്. മുസാഖക്ക് ഭയങ്കര ആരാധകരാ. കമന്റ് ചെയ്തതിന് മുഴുവൻ മുസാഖക്ക് വേണ്ടിയിട്ടാ. ഇനി നമ്മള് അടുത്ത ഗെയിം ഇട്ട് വരുന്നത് വരെ അപ്പൊ നമ്മളെ ചാനൽ NR ഗെയിമിംഗ് ചലഞ്ച് പറഞ്ഞ ചാനൽ യൂട്യൂബിൽ നിങ്ങൾ കാണുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ ഉള്ളേക്ക് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് കിട്ടും. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഇതിലൊക്കെ ഈ 3 സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ നിങ്ങൾ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എല്ലാ രീതിയിലും. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പ്രചോദനമാവും. അത് നിങ്ങൾ പ്രത്യേകം മറക്കണ്ട. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ. അടുത്ത ഗെയിമിൽ കാണുന്നവരെ എല്ലാവരോടും ഓക്കെ ബൈ.